പോയില്ലായിരുന്നു? പോയില്ല. അതുകൊണ്ട് എസ് പി സാറിന്റെ തനിനിടം കാണാൻ പറ്റില്ല. അതെന്താണോ അങ്ങനെ? എസ് ടി കറിയാറ്റിന്റെ അതിലേ കയറിയ വണ്ടി മണിക്കൂറുകൾക്കകം പൊക്കുമെന്നല്ലേ സാറ് പറഞ്ഞത്? പൊക്ക് ദാ നിൽക്കുന്നു കൺമുമ്പില്. പുറത്ത് സാറിന്റെ മൂക്കിന് താഴെ കിടപ്പുണ്ട് തോക്ക് കിടത്തിയ കള്ളവണ്ടി. അതും പൊക്ക്. എന്താ തോന്നുന്നില്ലേ? ഇട്ടിരിക്കുന്ന യൂണിഫോമിനെയും പിറന്ന നാടിനെയും ഒറ്റിക്കൊടുത്ത് കിട്ടുന്ന ശമ്പളം കൊണ്ട് താൻ ഇനി അധികാലം സദ്യ ഉണ്ണിയരന്റെ കറിയാച്ച. ഇത് പറയുന്ന അബൂബക്കറാ, സുബൈദാർ അബൂബക്കർ. പിറന്ന നാടിന് വേണ്ടി മഞ്ഞും മഴയും അറിയാതെ രാവും പകലും ഇല്ലാതെ അതിർത്തിയിൽ കാവൽ നിന്നൊരു പട്ടാളക്കാരനാ ഞാൻ. ഞാനാ പറയുന്നേ. നിർത്തണ കഴിവറാ മോനെ. നീ പെട്ടിമണിക്ക പട്ടാളമാണെങ്കിലേ ഞാൻ കറക്റ്റ് നിൽക്കുന്ന പോലീസാ. പിന്നെ 1.5 ചക്രത്തിന്റെ കാക്കിയുടെ പുറത്ത് കാല് നക്കിയും കൂട്ടിക്കൊടുത്ത് ഇരന്നു വാങ്ങി IPS ഒട്ടിച്ചു വെച്ച ഏത് എംബോക്കിക്കും എസ് പി ആകാം. പക്ഷേ ആത്മാഭിമാനമുള്ളൊരു പോലീസുകാരനാകണമെങ്കിൽ, നട്ടലുള്ള ആണൊരുത്തനാകണമെങ്കിൽ നല്ല തന്തയ്ക്ക് ജനിക്കണം, ജനിച്ചു നന്നാവണം, അപ്പനപ്പൂപ്പന്മാരെ സൂത്രം ചെയ്യണം. അയ്യോ, അതൊന്നും തന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇവനെ ഞാൻ വെറുതെ വിടുകയില്ല. സത്യം പറ, ആ ലോറി മുഴുവൻ തോക്കുകളല്ലായിരുന്നു. എവിടെന്നാണ് എനിക്ക് കിട്ടിയത്? സേലം മാങ്ങയ്ക്കകത്ത് എങ്ങനെ വന്നു AK-47? കയ്യങ്ങളെ കാണിക്കണോ? അപ്പോ സാർ, അബു അകത്തുണ്ട്. ഒരു സോഡ വാങ്ങിക്കും. ചെല്ലടാ. നോർത്തി സാറ് പറഞ്ഞ SP കേൾക്കോ? അത് MLA തന്നെ വരണോ? ഞാൻ പറഞ്ഞ SP മൂത്രം ഒഴിക്കും. എന്നാ വന്നിട്ട് സാർ. അല്ലല്ല, അത് വേണ്ട. ചിലപ്പോ MLA ഓവർടേക്ക് ചെയ്തു എന്നിട്ട് ശരിക്കും. ഹലോ, ഫോൺ പോക്കറ്റിലെ ആരാണപ്പോ? ഹലോ. ആര് പറഞ്ഞു? എന്റെ ബീരാനെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളെ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വ്യത്യാസപ്പെട്ട പാർട്ടിയാ. അതിനിട്ട് മാന്താൻ നോക്കരുതേ. നമ്മളെ പാർട്ടീനെ വർഗീയ പാർട്ടി എന്ന് വിളിക്കുന്നത് നമുക്ക് ചോദിക്കാനുള്ളത്, വർഗീയ പാർട്ടി അല്ലാത്ത പാർട്ടി പിന്നെ ഏതാ നല്ലത്? ഒന്നെങ്കിൽ തൊഴിലാളി വർഗ പാർട്ടി, അല്ലെങ്കിൽ മുതലാളി വർഗ പാർട്ടി, നമ്മൾ മുസ്ലിം വർഗത്തിന്റെ പാർട്ടി. എന്താ വ്യത്യാസം? പേടിപ്പിച്ചല്ലോ. ഒന്നും കൂടി MLA വിളിക്കണോ സാർ? 1 മിനിറ്റ്. ഞാനില്ലേ, പിന്നെന്ത് പേടിക്കാൻ? ഒരു പാക്കറ്റ് ബിൽസ് കൂടി 2 പാൻ പരാകും പറ്റും. ഈ ചാനൽ എന്ന് പറയുന്നത് എന്താ? അമ്പിളി അമ്മാവനാ? പോകാൻ പറയണോ? ശൂന്യാകാശോന്റെ ബാപ്പന്റെ വകയൊന്നുമല്ലല്ലോ. വേണമെങ്കിൽ ഇവിടുന്ന് ഒരു പച്ച പെയിന്റ് അടിച്ച സാറ്റലൈറ്റ് നമ്മൾ പൊക്കും. അപ്പൊ ഓക്കെ. എന്തൊക്കെ മനുഷ്യന്മാരാണോ! പുറത്ത് ഭയങ്കര അകത്താവുമ്പോ അബുവിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം സാർ. സാറിന് കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട, നിങ്ങൾ വിഷമിക്കണ്ട. അങ്ങനെ വാദിയെ പിടിച്ച് പ്രതിയാക്കുന്ന പണി എന്റെ മണ്ഡലത്തിൽ നടക്കില്ല. ഞാൻ നേരത്തെ വന്ന കാര്യങ്ങളൊക്കെ ശരിയാക്കി. എങ്കിൽ താനിവിടെ പുറത്ത് വെക്ക്, ഞാൻ SP കണ്ടിട്ട് വരാം. കുടിക്കാൻ സോഡ ഇരിക്കട്ടെ. നമസ്കാരമുണ്ട്. എടോ, അബുവിനെങ്കിൽ കൊണ്ടുവാ. ഈ അബൂബക്കറെ അവന്റെ വാപ്പ ദാദാ സാഹിബിനെയും വർഷങ്ങളായി അറിയുന്നവനാണ് ഞാൻ. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ഒരുപാട് ഇടിയും തൊഴിയും കൊണ്ടതാ സാഹിബ്. ആ ചോരത്തിളപ്പ് അബൂനും കാണും. പോരാത്തതിന് അവനൊരു പട്ടാളക്കാരനും. നിങ്ങൾ അവനെ കൂട്ടം കൂടി അടിച്ചിടുക എന്നൊക്കെ പറഞ്ഞ എന്തിനൊരു മര്യാദയൊക്കെ വേണ്ടേ? അവൻ ക്രിമിനൽ പുള്ളിയൊന്നും അല്ലല്ലോ. ആര് പറഞ്ഞു അല്ലെന്ന്? അവൻ ചെയ്ത പോക്കൃത്തരമല്ലാണെന്ന് MLAക്ക് അറിയാവോ?
വഴി കിടന്ന് കിട്ടിയ തോക്ക് ഇവിടെ കൊണ്ട് തന്നതാണോ പോകൃത്തരം? SP ഓഫീസിൽ തല്ലുണ്ടാക്കിയാൽ ഞങ്ങൾ എന്തോ ചെയ്യണം? പൂവിട്ട് പൂജിക്കണം. ആയുധ കള്ളക്കടത്തിന് നിങ്ങളും കൂട്ടു നിന്നു തോന്നിയപ്പോഴാ അബു നിങ്ങളെ തല്ലിയത്. നിങ്ങൾ ഇവിടെ നിയമം പരിപാലിക്കുന്നവരാണെങ്കിൽ ജീവൻ പോലും പണയം വെച്ച് രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിച്ചിരുന്നവൻ അബു. ഏതായാലും വളരെ മോശമായി പോയി SP. ആ തൽക്കാലം അബു വയ്ക്കോ, ഇത് ഞാൻ നോക്കിക്കോളാം. പിന്നെ എന്റെ മണ്ഡലത്തിന്റെ പരിധിയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ ആ ആയുധക്കടത്തിന്റെ ഉറവിടം കണ്ടെത്തിയിരിക്കണം.